അനധികൃത കുടിയേറ്റം തടയാനായി ആധാർ എൻറോൾമെന്റ് നിർത്തിവയ്ക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു അസം സർക്കാർ. മുതിർന്ന പ്രായക്കാർക്ക് ആധാർ കാർഡ് നൽകുന്നത് നിർത്തും. അസാധാരണ സാഹചര്യത്തിൽ ആധാർ അനുവദിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് മാത്രം ഇനി അധികാരം. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന അസം മന്ത്രിസഭാ യോഗത്തിലാണ് ഈ വിചിത്ര തീരുമാനമുണ്ടായത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തേയിലത്തോട്ട തൊഴിലാളികൾ എന്നിവരൊഴികെയുള്ള മുതിർന്നവർക്ക് ഇനി ആസാമിൽ ആധാർ കാർഡ് നൽകില്ല. നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ വ്യാജ ആധാർ എൻറോൾമെന്റ് തടയാനാണ് ഈ തീരുമാനമെന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അപൂർവ സാഹചര്യത്തിൽ മുതിർന്നവർക്ക് ആധാർ കാർഡ് നൽകാൻ അതത് ജില്ലാ കമ്മീഷണർമാർക്ക് തീരുമാനിക്കാം. ദളിത്, ആദിവാസി, തേയിലത്തോട്ട മേഖലയിലുള്ളവർക്ക് 1 വർഷത്തേക്ക് മാത്രം ഇളവുണ്ട്. ഈ വിഭാഗങ്ങളിലെ ആധാർ എൻറോൾമെന്റ് 1 വർഷത്തിനകം പൂർത്തിയാക്കും. ശേഷം ദളിത്, ആദിവാസി വിഭാഗക്കാർക്കും ആധാർ കാർഡ് എടുക്കാനാകില്ല. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ആസാമിൽ അനധികൃതമായി രേഖകൾ ഉണ്ടാക്കുന്നതാണ് ഈ നിയന്ത്രണത്തിന് BJP സർക്കാർ പറയുന്ന കാരണം. 1 വർഷമായി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി വരികയാണ്. എല്ലാവരെയും പിടികൂടാൻ കഴിയുമെന്ന് ഉറപ്പില്ല. അതിനാൽ നുഴഞ്ഞുകയറ്റക്കാർ ആധാർ ഉപയോഗിച്ച ഇന്ത്യൻ പൗരന്മാരാകുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കുകയാണ് ഹിമന്ത പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാത്ത ആധാർ കാർഡ് ഉടമകൾക്കെതിരെ അസം സർക്കാർ നടപടി പ്രഖ്യാപിച്ചിരുന്നു. ബാർപേട്ട, ദുബ്രി, മൊറിഗാവ്, നഗോൺ ജില്ലകളിൽ പ്രതീക്ഷിത ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡ് ഉടമകളുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ക്ഷേമ പദ്ധതികൾക്കുള്ള പ്രധാന രേഖയായ ആധാർ അസമിൽ വിലക്കുന്നതോടെ സംസ്ഥാനത്തെ സാധാരണക്കാരെ ഈ നിയന്ത്രണം ബാധിക്കുമെന്നതാണ് ഉയരുന്ന ആശങ്ക. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.